ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കൊന്ന് മട്ടാഞ്ചേരിയിൽ പോയി കുരിയച്ചനെ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആ ആളാരാണെന്ന് വഴിയെ കാണിച്ചു തരാം. ഹാപ്പി സൺഡേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ കേട്ടോ, വേറെ ആരുമല്ല ഗീതു. ഗീതുവിനെ ചേച്ചീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവരെൻ്റെ കൊളീഗ്സിനേക്കാൾ ഉപരി നല്ല ഫ്രണ്ട്സാണ്, എൻ്റെ സിസ്റ്റേഴ്സാണ് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവരോട് എന്തും പറയാം. അവർ നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല, എല്ലാം അതിൻ്റേതായ രീതിയിലെടുക്കും, ആവശ്യത്തിനുള്ള അഡ്വൈസ് തരും, നമ്മളെ ഗൈഡ് ചെയ്യും. ബട്ട് ഐ എം ഗോണ മിസ് ദം സൂൺ. ഓക്കെ, അങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങൾ തോപ്പുംപടിയിലെത്തി. ബാറ്ററി ലോ ആയിരുന്നുകൊണ്ട് തന്നെ കയറിയപ്പോൾ മുതൽ വിശക്കണോ എന്ന് പറഞ്ഞ് ഞാൻ ഗീതുവിനെ വെറുപ്പിക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നെയ്റോസ്റ്റും ഞാനും മസാല ദോശ അയാളും കഴിച്ച് ഞങ്ങളതേ അടിച്ച് പിരിഞ്ഞെന്ന് പറഞ്ഞ പോലെ ബസ്സിൻ്റെ രണ്ട് സൈഡിലിരുന്ന് പോവുകയാണ്. വേറൊന്നും കണ്ടല്ല കേട്ടോ, വെയിൽ വരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. തോപ്പുംപടിയായിരുന്ന മട്ടാഞ്ചേരി ബസ്സിൽ കയറി. ലാസ്റ്റ് സ്റ്റോപ്പ് മട്ടാഞ്ചേരിയാണ്. അവിടെ നിന്ന് കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുരിയച്ചൻ്റെ പള്ളിയെത്തും. ഇനി പ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളിയും അതിൻ്റെ ഐതിഹ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഇൻ്റർനെറ്റിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുണ്ട്. ഞാനിതിനു മുമ്പും ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. വെയിറ്റ് ഈ പള്ളിയൊന്ന് കണ്ടു വെച്ചോട്ടോ, തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാം. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ പോയത് ഞാനും രിജോബനും കൂടെ ആട്ടോ. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കും ഫാമിലിയായിട്ടും ഒക്കെ പോയിട്ടുണ്ട്. ഗീതുവിന് ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു, നമുക്കൊരുമിച്ച് ഇവിടെ പോവാം. അയാൾ പോയിട്ടില്ല. ഈ മട്ടാഞ്ചേരിക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒത്തിരി ഷൂട്ടിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടോ പോലെ, സേവ് ദ ഡേറ്റിലും മിക്കപ്പോഴും. പക്ഷേ മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മാർട്ടിൻ ചേട്ടനെയാണ്. മൂപ്പരാരാണോ എന്തോ. കുറേ ആൾക്കാർ ക്യാൻവാസിൽ പകർത്തുന്നുണ്ടായിരുന്നു. പറഞ്ഞ് നമ്മൾ പള്ളി എത്തി. ഇവിടുന്ന് പൂമാലയും മെഴുകുതിരിയും എണ്ണയും വാങ്ങിച്ചു. എണ്ണയും തിരി കത്തിക്കുകയും എണ്ണ അവിടുത്തെ വിളക്കിലും ഒക്കെ ഇട്ടു. പിന്നെ പൂമാല തലയൊഴിഞ്ഞിട്ടു. പണ്ടൊരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ മാല തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞു വെക്കുന്നത് കണ്ട് ആൾ എന്നോട് ചോദിച്ചു, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണല്ലേ എന്ന്. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളല്ലേ, നമ്മളതിനെ അന്ധവിശ്വാസമെന്നോ വിശ്വാസമെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ ഫോളോ ചെയ്തു വന്ന ഒരാചാരം ഞാനും പിന്തുടർന്നു. ഞാൻ ഓരോ വിശ്വാസങ്ങൾക്കും എതിരില്ല, പക്ഷേ അന്ധവിശ്വാസങ്ങൾക്ക് സപ്പോർട്ടും അല്ല കേട്ടോ. അങ്ങനത്തെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. കുറേ ആഗ്രഹ സബലീകരണങ്ങളും ഒക്കെ കുരിശിനോട് ചേർന്ന് തുറന്നു പറഞ്ഞു. അങ്ങനെ ഇതാണ് കേട്ടോ പള്ളി. പള്ളിയിൽ അങ്ങനെ ഞായറാഴ്ച വൈകിട്ടാണ് കുർബാന, വെള്ളിയാഴ്ചകളിലാണ് സ്പെഷ്യൽ. അപ്പം മട്ടാഞ്ചേരിയുടെ നടുക്ക് കാണുന്ന കുരിയച്ചൻ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ജൂയിഷ് ചർച്ചിലേക്കാണ്. പോകുന്ന വഴിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഇതിനടുത്തായിട്ട് തന്നെ ഒരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എൻ്റെ ലൈഫിലൊരു എക്സിബിഷൻ കാണാൻ വന്നത്. അതും ഇതുപോലെ മട്ടാഞ്ചേരി പള്ളി വന്നപ്പോഴാണ് കേട്ടോ. ഇതായിരുന്നു ആ പ്ലേസ്. അതൊരു